ദീപക്, ശരിക്കും ഇയാൾ രാവിലെ 7 മണിയോടെയാണ് ഇയാൾ പുറത്തു പോയതെന്നുള്ള മറ്റൊരു തിയറി കൂടി വരുന്നു. തുണി ചേർത്ത് കെട്ടി അത് വടമാക്കി മാറ്റി ഇയാൾ ജയിലിന് പുറത്തേക്ക് കടന്നു. എന്നിട്ട് ഇയാൾ മതിൽ ചാടി. അത് കഴിഞ്ഞ് ആകാശവാണി മതിലും കണ്ണൂർ ആകാശവാണിയുടെ മതിലും ചാടിയാണ് ഇയാൾ രക്ഷപ്പെട്ട് കളഞ്ഞത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നാൽ താങ്കൾ പറഞ്ഞതുപോലെ 1 മണി കഴിഞ്ഞിട്ടാണ് ഇയാളുടെ ജയിൽ ചാട്ടം നടന്നതെങ്കിൽ അത് പോലീസിനെ അറിയിക്കാൻ 6 മണി വരെ ജയിൽ അധികൃതർ കാത്തിരുന്നുവെങ്കിൽ അക്ഷന്തവ്യമായ അപരാധം എന്ന് മാത്രമല്ല നിയമവ്യവസ്ഥയോടുള്ള പരിഹാസം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. പറയൂ. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വളരെ കൃത്യമായി പറയുന്നു, 6 മണിക്ക് ശേഷമാണ് പോലീസിനെ ജയിൽ അധികൃതർ ഈ വിവരം അറിയിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 1:30 മണിക്കാണ് ചാടിയതെങ്കിൽ അവിടെ ഒരു വലിയ രീതിയിലുള്ള വിവര കൈമാറ്റ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ജയിൽ അധികൃതർ ഈ ചാട്ടം അറിയുന്നില്ല. മാത്രവുമല്ല, കണ്ണൂർ സെൻട്രൽ ജയിൽ, വിയ്യൂർ സെൻട്രൽ ജയിൽ കഴിഞ്ഞാൽ കേരളത്തിലെ അതീവ സുരക്ഷാ ജയിലുകളിൽ ഒന്നാണ്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കാറുണ്ട്. മാത്രവുമല്ല, വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കരക്ഷണ വിധേയരാകുന്നവരെ നേരെ കണ്ണൂരിലേക്കാണ് മാറ്റാറുള്ളത്. വിയ്യൂരിൽ പാർപ്പിക്കാൻ പറ്റാത്തവരും കണ്ണൂരിലാണ്. അങ്ങനെ ആ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മതിൽ ചാടുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ആകാശവാണിയുടെ മതിൽ ചാടുന്നു. ഇതെല്ലാം തന്നെ കണ്ണൂർ പള്ളിക്കുന്നിലാണ്. അതായത് കണ്ണൂർ നഗരത്തിൽ നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് പയ്യന്നൂർ കാസർഗോഡ് ദേശീയപാതയിൽ പോകുന്ന ഭാഗമാണ്. സ്വാഭാവികമായും ഈ പകൽ വെളിച്ചത്തിൽ ഈ 6 മണിക്കൊക്കെ 5:30ക്കൊക്കെ ചാടി എന്ന് പറഞ്ഞാൽ അതിലൂടെ നിരവധി വാഹനങ്ങൾ പോകുന്നതാണ്. മാത്രവുമല്ല, ഈ ഗോവിന്ദച്ചാമിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അതാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗോവിന്ദച്ചാമിയുടെ മുഖത്തിൽ മാറ്റമുണ്ട്. അതുകൊണ്ടാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യ സ്ഥിതിയൊക്കെ നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ ചിത്രം, ഏറ്റവും ഒടുവിലുള്ള ചിത്രം പോലീസ് കൈമാറിയിട്ടുണ്ട്. ജയിൽ അധികൃതർ ജയിലിൽ നിന്നും എടുത്ത ചിത്രമാണ്. ആ ചിത്രം തന്നെ ഇപ്പോൾ പുറത്തുവിടാൻ കാരണം ഏതെങ്കിലും രീതിയിൽ എവിടെ നിന്നെങ്കിലും കാണുകയാണെങ്കിൽ വിവരമറിയിക്കേണ്ട ഒരു നമ്പർ കൂടി അതിപ്പോൾ നമ്മൾ 24 കാണിക്കുന്നുണ്ട്. പോലീസ് ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയെ കണ്ടുകിട്ടുന്നവർ ഈ നമ്പറിൽ അറിയിക്കണം. അതിനുവേണ്ടി ഒരു നമ്പരും ഒരു കോൾ സെൻറ്റർ നമ്പറും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. SKN പക്ഷേ ഇത് രാത്രിയാണ് ചാടിയതെങ്കിൽ, അതായത് 1:30ക്കാണ് ചാടിയതെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് കേരളം വിടാനുള്ള സമയം കൂടി കിട്ടിയിരിക്കുന്നു. കാരണം അവിടെ നിന്നും കാസർഗോഡ് വഴി കർണാടകത്തിലേക്ക് കടക്കാനുള്ള സമയം വെറും 3 മണിക്കൂർ 4 മണിക്കൂറാണ്. അങ്ങനെ കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഈ അർദ്ധരാത്രിയിലാണെങ്കിൽ വാഹനത്തിരക്കില്ല, ഗതാഗത കുരുക്കില്ല. അങ്ങനെ ഒരു അപകടകരമായ സാധ്യത കൂടിയുണ്ട്. പക്ഷേ എന്നാൽ ഈ പുലർച്ചെ 6 മണിക്കാണ് ചാടിയതെങ്കിൽ കണ്ടെത്തുക പോലീസിന് എളുപ്പമാകും എന്നുള്ളതാണ് പോലീസ് അധികൃതർ കരുതുന്നത്. മറ്റൊന്ന്, ഒരു നിഷ്ഠുരമായ കൊലപാതക കേസിൽ ഇയാൾ വളരെ സ്റ്റെബേണായി നിൽക്കുന്ന ഒരു പ്രതിയാണ്. നേരത്തെ സുരേഷൻ വക്കീൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ട്രയൽ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ തൃശ്ശൂർ കോടതിയിൽ കണ്ടതാണ്. കാരണം ഒട്ടും മനസ്താപമില്ലാതെ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന അധികൃതരോട്, പോലീസുകാരോട്, പ്രോസിക്യൂഷനോട് വെല്ലുവിളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ഒരു പ്രതി, ആ പ്രതിയെ എത്രമാത്രം പേടിച്ചിരുന്നു സൗമ്യയുടെ അമ്മ എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അവർ SKNോട് സംസാരിക്കുന്ന സമയത്തും അവർ ആ ഭീതിജനകമായ സാഹചര്യം പങ്കുവെച്ചതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഗോവിന്ദച്ചാമിയെ പിടികൂടുക എന്നുള്ളതാണ് പോലീസിൻ്റെ ശ്രമം. പോലീസ് ഇപ്പോൾ തൊട്ടടുത്ത ജില്ലകളിലെല്ലാം അലേർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് DGP രവദാ ചന്ദ്രശേഖർ തന്നെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും കൃത്യമായ നിർദ്ദേശം ഇത് സംബന്ധിച്ച് നൽകി എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ സമാനമായ സാഹചര്യത്തിലുള്ള, സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള എല്ലാവരെയും പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശം തൊട്ടടുത്ത ജില്ലകളിൽ, അതായത് കണ്ണൂർ റേഞ്ചിൽ നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ അതിപ്പോൾ കോഴിക്കോടും ആ നിർദ്ദേശം എത്തി. സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഈ വിഷയത്തിൽ അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പരിമിതിയുണ്ട്. ഇത് ജയിൽ വകുപ്പിൻ്റെ കീഴിലാണ്. ഈ വീഴ്ച പറ്റിയിരിക്കുന്നതും ജയിൽ വകുപ്പിലാണ്. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും നിർണായകമായുള്ളത്. ആ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN.